ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടിയൊന്നും അല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട കടായി മസാലയാണ്. കുറേ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം കടായി പൊട്ടറ്റോ ഡ്രൈ റോസ്റ്റ് ചെയ്തപ്പോൾ കടായി മസാല എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ കടായി മസാല ആവട്ടെ എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, നമ്മുടെ പെർഫെക്റ്റ് കടായി മസാല റെഡി ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടായി മസാല എപ്പോഴും തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കാണണ്ടേ, നമ്മുടെ കടായി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലി തന്നെ എടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലി ടേബിൾ സ്പൂണിലാണ്, കുരുമുളക് ടീസ്പൂണിലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല ജീരകം ക്യൂമിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ ടേബിൾ സ്പൂണിലും 1 കാര്യം മാത്രം നമ്മൾ ടീസ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6-7 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 പീസ് പട്ടയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കനം കുറഞ്ഞ് ആ ഒരു തിക്നെസ് കുറഞ്ഞ പട്ടയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ പീസ് പട്ട മതി കേട്ടോ. നിങ്ങൾ എടുക്കുന്നത് നല്ല ബലമുള്ള പട്ടയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പീസിൻ്റെ വലിപ്പത്തിൻ്റെ പകുതിയുള്ള വലിപ്പത്തിലെടുക്കുക. ഇത്രയും വലിപ്പത്തിലെടുക്കുക. ഞാനിപ്പോൾ കനം കുറഞ്ഞ പട്ട എടുക്കുന്നതുകൊണ്ട് ഇത്ര എടുക്കുന്നുണ്ട്. പിന്നെ 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് 2ആയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മല്ലിയും കുരുമുളകും ഒരുമിച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് പകുതി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഗ്രാമ്പു, പെരിഞ്ജീരകം, ചെറിയ ജീരകം എല്ലാം ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ന് 2 കുക്കിംഗ് ടൈമാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരുമിച്ച് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീരകമൊക്കെ കരിയാതെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 രീതിയിലും റോസ്റ്റ് ചെയ്തെടുക്കാം. അളവുകൾ തെറ്റിപ്പോവണ്ട. 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കടായി മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 12 എണ്ണം വരെ ചേർക്കാം. എരിവുള്ള മുളകാണെങ്കിൽ 7 എണ്ണം മതി. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവണ്ട, ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു പഴയ പാനിൽ ചെയ്യാൻ കേട്ടോ നല്ലത്. എപ്പോഴും നമ്മൾ മസാലകളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പഴയ പാനിൽ ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പാനിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മല്ലി ചേർത്തു. അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കുരുമുളക് ചേർത്തു, ഗ്രാമ്പു ചേർത്തു. ഇനി കട്ടിയുള്ള പട്ടയാണെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക കൈകൊണ്ട്. കട്ടി കുറഞ്ഞ പട്ടയാണെങ്കിൽ ഇത്രയും വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരുമിച്ച് തന്നെ ചേർക്കാം. പക്ഷെ അപ്പോൾ ചെറിയ ജീരകം വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ അടുത്ത ഓരോ സ്റ്റേജായിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മൾ അടുത്തത് ചേർക്കുന്നത്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ പൊടിക്കാനായിട്ട്. മിക്സിയുടെ ജാറ് ഒട്ടും നനവില്ലാതെ ഉണങ്ങിയതായിരിക്കണം. അതുപോലെ തന്നെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുക കേട്ടോ. വലിയ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ചെറിയ ജാറിൽ തന്നെ പൊടിച്ചെടുക്കുക. മുളകും ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 കറികൾക്കുള്ള മസാല ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ ഈ മസാല ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കുന്ന ജാറുകളാണെങ്കിലും ഒട്ടും നനവില്ലാതെ ഉണക്കിയെടുത്ത ജാറുകളായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. മല്ലിയൊക്കെ പൊട്ടി തുടങ്ങി. വളരെ എളുപ്പമാണ് ഈ ഒരു മസാല ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാനാണെങ്കിലും കടായി വെജ് ഉണ്ടാക്കാനാണെങ്കിലും ഏത് കടായി റെസിപ്പീസ് ഉണ്ടാക്കാനാണെങ്കിലും ഈ ഒരു മസാല അത്യാവശ്യമാണ്. ഇത് ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ മല്ലിയുടെ പൊട്ടലൊക്കെ ഒരുവിധം ആയി വരുന്നുണ്ട്. ജീരകം പൊട്ടി തുടങ്ങുന്നുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചെറിയ ജീരകം. ചെറിയ ജീരകവും കൂടി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുളകിൻ്റെ കളറൊന്നും ഒരുപാട് അങ്ങോട്ട് മാറി വരണ്ട. ഒന്ന് ചെറുതായിട്ട് മുളക്
ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആയിക്കോളും. അല്ലെങ്കിൽ മുളക് കരിയും നമ്മുടെ മസാലയ്ക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടായി മസാല റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മസാല ഉണ്ടാക്കി വെക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് മസാല ഉണ്ടാക്കി വെക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഈ പാനിൽ തന്നെയാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ചൂടൊന്നും കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇതാ ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ചൂട് മാറിയിട്ടുള്ള ചെറിയൊരു ഇളം ചൂടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് കമൻസ് കയറുന്നുണ്ട്, ഞാൻ ഏത് മിക്സിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. ഞാൻ പാനസോണിക്കിൻ്റെ മിക്സിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഒരു നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം ചേർക്കുക. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡർ ആവരുത്, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് കടായി മസാല പെർഫെക്റ്റ് ആവുക. എന്താണെന്ന് വെച്ചാൽ കടായി മസാല എന്ന് പറയുന്നത് ഫൈൻ പൗഡർ അല്ല, തരിതരിപ്പായിട്ട് പൊടിച്ച മസാലയാണ്. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, മല്ലിയുടെ തരികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്, ഫൈൻ പൗഡർ ആയിട്ടല്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടൊന്ന് കുറഞ്ഞിട്ട് നമ്മളിത് നമ്മുടെ കണ്ടെയ്നറിലേക്ക് എടുത്ത് വയ്ക്കുക. പക്ഷേ ഈ ഒരു മസാല പൊടിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കറിയിലൊക്കെ ചേർക്കാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ തന്നെ വയ്ക്കുക കേട്ടോ. ഒട്ടും നമ്മൾ തുറന്ന് വയ്ക്കരുത്. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയുടെ സ്മെല്ലൊക്കെ നഷ്ടമായി പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്ത് വയ്ക്കരുത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. നമ്മൾ പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിൽ തന്നെ വയ്ക്കുക. ആവശ്യം വരുമ്പോൾ എടുത്ത് കറിയിലേക്ക് ചേർക്കാം. ബാക്കിയുള്ളതെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ കടായി മസാലയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കടായി മസാല ഉപയോഗിച്ചുള്ള റെസിപ്പികളൊക്കെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നേഴ്സിലാണ് കേട്ടോ കടായി മസാല സൂക്ഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വലിയ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗത്തെ മസാല ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മസാലയുടെ ഫ്ലേവറൊക്കെ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെപ്പോഴും ഗ്ലാസ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ചെറിയ കണ്ടെയ്നേഴ്സിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്മെല്ലും ഫ്ലേവറൊന്നും നമുക്ക് നഷ്ടമാവാതെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു മസാലയും കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മസാലയുടെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ഇതൊരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം.